ഹലോ ഹലോ, ഇന്ന് നമുക്ക് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? വെറുതെ ബ്രെഡ് ഉപ്പുമാവല്ല, എഗ് ബ്രെഡ് ഉപ്പുമാവ്. ഓക്കെ, അപ്പോൾ വായോ. ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ദാ ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വേണമെന്നില്ല, നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്, മിൽക്ക് ബ്രെഡ് അല്ല. പക്ഷേ അതുപോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ എല്ലാം കഷ്ണങ്ങളാക്കി ശേഷം നമ്മൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ കടായി ഒന്ന് മുകളിലോട്ട് നമ്മൾ ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പൊടിയാതെ എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോകാതിരുന്നാൽ മതി. ഈ ബ്രെഡ് കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു കടായിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഏകദേശം ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ജിഞ്ചർ പേസ്റ്റ് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ ചേർത്ത് ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് ഉപ്പ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇതിലേക്ക് എന്നിട്ട് നമ്മൾ ഒരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളകി കൊടുക്കുക. ഒരുപാട് ഇട്ടങ്ങ് ഇളക്കണ്ട കേട്ടോ. അപ്പോൾ ഇതങ്ങ് പൊടി പോലെ അങ്ങാവും. നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നല്ലതായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ മസാലയുമായിട്ട് ഈ എഗ്ഗ് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡ് കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയൊരു ആവി കയറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ബ്രെഡ് പൊടിഞ്ഞും പോകത്തില്ല, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും കൂടെ ചെയ്യും. അപ്പോൾ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ എഗ് ബ്രെഡ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ടാറ്റാ, ബൈ ബൈ.